മിന്നൽ ഈ ഒരു സോങ് കേരളക്കര ഒന്നാകെ വൈറലായതാണ്. വൈറലായതെന്ന് പറയാനും വയ്യ, അത്രയ്ക്ക് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വൈറലാക്കിയ ഒരു സോങ് ആണിത്. മദഹ് ഗാനങ്ങൾ പാടുന്ന നല്ലൊരു ടീം, അവരുടെ വായിൽ നിന്ന് വന്ന ചെറിയൊരു പിഴവുകള്, വരികളിലുള്ള ഒരു ചെറിയ പിഴവ്, അത് അവർക്ക് തന്നെ വിനയായിട്ട് മാറിയിരിക്കുകയാണ്. സമദ് സക്കാഫിന്റെ കല്യാണത്തിനാണ് ഈ ഒരു പാട്ട് പാടുന്നത്. അവരുടെ ടീമിലുള്ള അംഗങ്ങളാണ് ഈ ഒരു പാട്ട് പാടുന്നത്. അത് ഉസ്താദിന്റെ വേഷമണിഞ്ഞ് ഈ പാട്ട് പാടുമ്പോൾ അവര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തൊരു വെല്ലുവിളിയാവുമെന്ന് അവര് പോലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല. പ്രത്യേകിച്ച് മദഹ് ഗാനങ്ങളൊക്കെ പാടുന്ന ടീമിലെ അംഗമാണ് ഈ സമദ് സക്കാഫി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാര് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടൊക്കെ പാടി കല്യാണം അടിപൊളിയാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പാട്ട് പാടിയത്. എന്നാൽ അവരുടെ ആ ഒരു പ്രതീക്ഷ അവർക്ക് നേരെ വിപരീതമായിട്ടാണ് അവർക്കത് വന്നു ഭവിച്ചത്. അവര് പാടുന്ന ആ പാട്ടിലെ ചില വരികള് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ സമദ് സക്കാഫി തന്നെ പറയുന്നുണ്ട്. ഈ ഒരു പാട്ട് കാരണം അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ അവർക്ക് ആകെപ്പാടൊരു മാനം കെട്ട രീതി ആയിരിക്കുകയാണ് ആ വീട്ടുകാര്. അത്രയ്ക്കൊരു എന്താ പറയാ, ഒരു മരണവീടിന് തുല്യമായിരിക്കുകയാണ് ആ വീട്ടുകാര്. ശരിക്കും പറഞ്ഞ ഈ വീട്ടുകാർ എന്ത് പഴച്ച് അവര് പറഞ്ഞിട്ടല്ല ആ വരികൾ ഈ കൂട്ടുകാരന്മാർ എഴുതിയത്. അതൊന്നും ഈ വീട്ടുകാർക്ക് അറിയത്തുകൂടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മരണവീടിന് തുല്യമായിരിക്കുകയാണ് ആ വീട്. ഒരു കല്യാണ വീടാണ്. ആ കല്യാണ വീട്ടിലെ സന്തോഷങ്ങളെല്ലാം ആ ഒരു നിമിഷം കൊണ്ട് എല്ലാം കെട്ടടങ്ങി ഒരു മരണ വീടിന് തുല്യമാക്കിയിരിക്കുകയാണ് ഈ ഒരു പാട്ട് കൊണ്ട്. അതേക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടിയിട്ടാണ് ഇത് പറയുന്നത് തന്നെ. എന്തായാലും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ വേഷത്തിനോട് യോജിച്ച വരികളല്ല അത്. കാരണം ഈ പാട്ട് പാടിയ ആൾ ഉസ്താദോ മോലരോ ഒന്നുമല്ല, മൂപ്പര് ഒരു നാടനായ വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സദസ്സിൽ മൂപ്പരെ കൂടെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായ ഉസ്താദുമാർ പലരുണ്ട്. അവർക്ക് പോലും അവർ ഏറ്റെടുത്ത കുറേ പരിപാടികൾ ഈ ഒരു കാരണം മിസ്സായ ഒരു പരിപാടികളാണ്. അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഏതൊരു വ്യക്തികളായപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയകളിൽ എതിർക്കുന്ന പലരുണ്ടല്ലോ. ഇവർ തന്നെ ആ സദസ്സിൽ ഉണ്ടായാൽ പോലും ആ സദസ്സിലെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്പോട്ടിലാരും പിന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് നിർത്താനോ പോലല്ലോ. മുപ്പരങ്ങനെ പാടുമ്പോൾ അറിയാതെ കൂടി കൊടുത്തു പോയി. ആ കൂടി കൊടുത്ത ഒറ്റ പേരിൽ നമ്മളെ സുഹൃത്തുക്കളെ ഉസ്താദന്മാർക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് പരിപാടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ വെറുതെ വിമർശിക്കുന്നുണ്ട്. മദ് പാട്ടുകൾക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സിങ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതെ, ഞങ്ങൾ ഉസ്താദുമാരായതുകൊണ്ട് നമ്മൾ ഉസ്താദുമാരെ മെയിൻ വേഷം വെള്ള വസ്ത്രമാണല്ലോ. അപ്പോൾ ഈ വെള്ള വസ്ത്രത്തിനോട് യോജിച്ച ഒരു വരി അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വല്ല ഒരു സംഭവം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ലൈവ് ചെയ്തിരുന്നു. അവിടെ ലൈവ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് അവരുടെ കല്യാണം എപ്പോഴും ഏത് ടൈമിലും കാണാന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്തു. ആ ലൈവ് ചെയ്ത് സൂക്ഷിച്ചത് എന്തിനാ ശരി, എപ്പോൾ വേണമെങ്കിൽ നമ്മൾ എടുത്ത് നോക്കാം. അത് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ആ നിലക്ക് ലൈവ് ചെയ്ത് ആ ലൈവിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഭാഗം കാണാത്ത കാഴ്ച സമത് കാണിക്കും എന്നുള്ളൊരു ഭാഗവും അതുപോലെ റുഷ്ദമോൾ എന്ന് 3 വട്ടം പേര് കൊടുത്ത് അതിൽ പാട്ടിലില്ലാത്തൊരു പദം സിന്ദാബാദ് എന്നുള്ളൊരു പദം കൊടുത്ത് അതങ്ങനെ പ്രചരിപ്പിച്ചവരുണ്ട്. ഏതായാലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ മൈൻഡ് അങ്ങനെയാണ്. പക്ഷെ ഇസ്ലാമിക് പരമായിട്ടുള്ള രൂപങ്ങൾ ഇത് ഒരിക്കലും ഒരാൾ നന്നാക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ഈ രൂപമല്ല ചെയ്യേണ്ടത്. ഞാൻ പുതിയാപ്പിളായ ഞാനോ പുതിയണ്ണായ എൻ്റെ റുഷ്ദമോളോ അതായത് എൻ്റെ വൈഫോ അവിടെ പെരക്കാർ ആരും ഇതിന് ഉത്തരവാദികളല്ല. ഇത് ആദ്യം കണ്ടപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി. പക്ഷെ ഓരോ നിമിഷം കൂടുന്തോറും ഇതിങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. പക്ഷേ വീട്ടിലുള്ള സ്ത്രീകൾ, ഉമ്മ, ഭാര്യ, അപ്പോൾ ഈ റുഷ്ദമോൾ എന്ന് പറയുന്നത് ഭാര്യയാണ്, പുതിയവണ്ണാണ്, കല്യാണ വീട്ടിലേക്ക് ഇപ്പം കയറി വരുന്ന വേറൊരു വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായാലും ശരി. മാനസികാവസ്ഥ തന്നെ ഈ ഫസ്റ്റ് ആരും അതിൻ്റെ ഇല്ലല്ലോ, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളെന്ന് വിചാരിച്ചു. പക്ഷേ ഓരോ നിമിഷം ഓരോ മണിക്കൂറുകളും കഴിയുന്നതനുസരിച്ച് പുതിയ വീഡിയോകൾ ഇറങ്ങുന്നു. ഇൻസ്റ്റയിൽ മൊത്തം ട്രെൻഡിങ് ആയി മാറുന്നു. അപ്പോൾ ശരിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലെ ആയിരുന്നു. കാരണം എൻ്റെ ഉമ്മ അന്യ വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ അവസ്ഥ, അതിൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. ഒരു പെണ്ണ് എങ്ങനെ ആയിരിക്കും ആ പുതിയ വീട്ടിൽ ഞാൻ ജീവിക്കുക എന്നൊക്കെ ഒരു പല അവസ്ഥകൾ ഉണ്ടാവില്ലേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അതിന് പുറമെ ഈ ഇത്രയും വലിയൊരു ട്രോളും അതുപോലെ ഇങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് കരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ പലവട്ടം പലർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ 2 മക്കൾ എന്താ ചെയ്തത്, എൻ്റെ മരുമകൾ എന്താ ചെയ്തത്, എൻ്റെ മോൻ എന്താ ചെയ്തത്, അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വിഷമത്തിലേക്ക് ഇരയാക്കിയ സംഭവമാണ്.
ഈ വേറൊരു വലിയ വിമർശനം ഉണ്ടായതും ഇങ്ങനെയുള്ള കല്യാണം വലിയ ആർഭാട കല്യാണമാണ്, അതിൻ്റെ ഒരു ആഡംബരമൊക്കെ കാണിച്ചുകൊണ്ടുള്ള കല്യാണമാണെന്നുള്ളതാണ്. അങ്ങനെ ആർഭാടം കഴിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ആളാണോ? എന്താ സ്ഥിതി? അങ്ങനെ ആർഭാടത്തിലാക്കാളെ എന്നല്ല, യാഥാർത്ഥ്യം പറയണമെങ്കിൽ തുറന്നു പറയണല്ലോ ഇപ്പോൾ എന്താണ് വിഷയങ്ങൾ. അപ്പോൾ എൻ്റെ കല്യാണം നടക്കുന്നതിൻ്റെ മുമ്പ് ആ ഒരു ഓഡിറ്റോറിയത്തിൽ, അതിന് മുമ്പ് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അവർ അത്യാവശ്യമുള്ള ടീമാണ്. അപ്പോൾ അവരുടെ കല്യാണം ഉണ്ടായതുകൊണ്ട് അവിടെ സ്റ്റേജ് ഡെക്കറേഷനുകളൊക്കെ നല്ല അത്യാവശ്യം VIP ടൈപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്റ്റേജ് വേണോ? വേണമെങ്കിൽ ഇത്രയും വലിയ സ്റ്റേജ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ വിലക്ക് കിട്ടൂല, ഒരു 5-6 രൂപക്ക് ഇത് ചെയ്തു തരും അവർ. ഇത് ഒരു 25-30 മേലുള്ള സ്റ്റേജാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയ രൂപത്തിൽ കിട്ടല്ലേ, അപ്പോൾ നമ്മളൊരു സ്റ്റേജ് ഒരുക്കണമെങ്കിൽ എന്തായാലും 10 രൂപേൻ്റെ മേലെ കൊടുക്കണമല്ലോ. അപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ കിട്ടിയപ്പോൾ ഓക്കെ, ചെറിയ പൈസ അല്ലേ ഉള്ളൂ, എനിക്ക് വേണ്ടി സ്റ്റേജിലെ ഡെക്കറേഷനൊക്കെ കാണുമ്പോൾ വിചാരിക്കും വലിയൊരു ആഡംബര കല്യാണമാണെന്ന് വിചാരിക്കും. ആ ഒരു സ്പിരിറ്റിലെടുക്കാൻ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ആരെങ്കിലും? ഇത് അങ്ങനെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൂടെ നിന്ന് ഒരു ബലം തന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിന്ന് ഒരുപാട് 99% ആളുകളും കൂടെ നിന്നവരാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ പല രൂപത്തിൽ വന്നപ്പോൾ നമ്മൾ നൗഷാദ് ബാക്കവി ഉസ്താദ് പോലും പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യ വിഷയം മനസ്സിലാക്കാതാണ് പറഞ്ഞത്. അത് പ്രസംഗിച്ച് പിറ്റേന്ന് തന്നെ എനിക്ക് വിളിച്ച്, ഉസ്താദെ ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്, പൊരുത്തപ്പെട്ടരണം എന്നൊക്കെ മൂപ്പര് നല്ലൊരു മനസ്സ് കാണിച്ചിട്ടുണ്ട് പൊരുത്തപ്പെടിച്ച. കാരണം മൂപ്പർക്ക് അതിൻ്റെ ഫാൾട്ട് മനസ്സിലായി, യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തന്നെ തിരുത്താൻ തയ്യാറായി. അത് നല്ലൊരു മനസ്സിനോട് അവസ്ഥയാണ്. അള്ളാഹു അവിടെ മൂപ്പരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവർ എല്ലാ പ്രസംഗങ്ങളും ഉൾക്കൊണ്ട് ഇനി ഇങ്ങനെയുള്ള വേദികളിൽ നമ്മൾ ആരും ഉസ്താദുമാരെന്നല്ല, ഉസ്താദുമാരുള്ള സദസ്സിലായാലും ഇങ്ങനൊരു അർത്ഥം കുറിക്കുന്ന വരികളൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരുണ്ടാവും, സദസ്സിലുണ്ടല്ലോ ഉസ്താദുമാരുണ്ടല്ലോ എന്നുള്ള ചിന്തിക്കലും കൂടി നല്ലതാണ്. ഇങ്ങനെയൊരു ഉസ്താദിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഈ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. പിന്നെ ഈ റുഷ്ദ എന്ന പേരുള്ള പെൺകുട്ടികൾക്കെല്ലാം ഇപ്പൊ ഒരുമാതിരി ട്രോളാണ്, ഒരുമാതിരി മുദ്രാവാക്യം വിളിക്കുന്ന കണക്കുള്ള ട്രോളാണ്. ഏതൊരു റുഷ്ദ എന്ന പേരുള്ള പെൺകുട്ടി പോയാലും വന്നാലും എല്ലാം ഇപ്പൊ ഒരു കളിയാക്കലിന്റെ ഒരു സ്വരമാണ്. മദഹ് ഗാനങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും കാതിന് ഇമ്പമുള്ള ആ ഒരു മദഹ് ഗാനങ്ങൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതിനകത്ത് ഇതുപോലെയൊക്കെയുള്ള വരികൾ വരുമ്പോൾ അത് അവർക്ക് തന്നെയായിരിക്കും വിനയായിട്ട് മാറുന്നത്. ഇനി ഇതുപോലുള്ള തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ കൂട്ടുകാർ ചെയ്ത ഈ തെറ്റിന്റെ പേരിൽ ആ വീട്ടുകാരാണ് ഇന്നും കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.